ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബീരാനിക്കയോട് പറയുകയാണ്, ബീരാനിക്ക ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് പോലെ ഒന്ന് അഭിനയിക്കണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ ജീവിതം ഇനി ബീരാനിക്കയുടെ കയ്യിലാണ്. ഇനി ഈ ഒരു ട്രിപ്പ് മാത്രം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി, ഈ ഒരു പ്രാവശ്യം ഞാനിനി ചെയ്യുള്ളൂ, ഇനിയൊന്നും ചെയ്യില്ല. വേണ്ട വേണ്ട ബീരാനിക്ക, ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ മീരയും ശ്രുതിയും പറയുകയാണ്. അങ്ങനെ അയ്യോ എൻ്റെ പോകുന്ന വഴി ഏതാണ്, റിലേയും പോയി വഴിയും കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്കയെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്ക് മീര പറയാണ്, ഏതായാലും ശ്രുതി, നമ്മുടെ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രുതിക്ക് വീണ്ടും അഹങ്കാരം ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ നമ്മളെ ശ്രുതിയെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഇയാളെന്താ വരാത്തത്, ദൈവമേ ഇയാളിനി പറ്റിക്കോ, ഇയാൾ വരാതിരിക്കോ എന്നൊരു ടെൻഷനാണ് നടക്കുന്നത്. അപ്പോഴേക്കും ശ്രുതി വരികയാണ്. എന്താ ശ്രുതി, നീ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമല്ല, അത് പിന്നെ ഞാനൊരു ബ്രൈഡൽ മേക്കപ്പിൻ്റെ ഒരു ഇത് കിട്ടുകയായിരുന്നേ, അപ്പോൾ അതിന് പോണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അതെന്തിനിങ്ങനെ ആലോചിക്കുന്നത്? നല്ല പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം, അതല്ലേ വേണ്ടത്. അതല്ല, വേറൊരു മേക്കപ്പിൻ്റെയും കൂടി പറഞ്ഞായിരുന്നേ, അപ്പോൾ അതിന് പോകണോ അല്ലെങ്കിൽ ഇതിന് പോകണോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. ദേ ശ്രുതി, നല്ല എമൗണ്ട് എവിടെ നിന്നാണോ കിട്ടുന്നത് അങ്ങോട്ട് പോയാൽ മതി, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ക്യാഷ് ആണല്ലോ മുഖ്യം. അപ്പോൾ ആ ഒരു രീതിയിൽ പോയാൽ മതി. അപ്പോൾ ശരിയാണല്ലേ, അപ്പോൾ പിന്നെ പോകാം അല്ലേ ശ്രുതി? തീർച്ചയായിട്ടും പൊയ്ക്കോ. അങ്ങനെ ശ്രുതിക്കൊരു കോള് വരികയാണ്. ആ കോളും പിടിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി നേരെ റൂമിലേക്ക് കയറി പോവാണ്. അപ്പോഴും ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇതെന്താ വരാത്തതെന്നൊക്കെ. അങ്ങനെ വരാത്തതെന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അപ്പോൾ കോളിംഗ് ബെല്ല് കേട്ട് നേരെ രവി വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരൻ നിൽക്കുന്നു. ശ്രുതി പേടിച്ചും പോയി. ശ്രുതി ടെറസ് ബാൽക്കണിയിൽ നിന്നതെല്ലാം കാണുന്നതുകൊണ്ട് ശ്രുതിയാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. ദൈവമേ പോലീസുകാരൻ, എന്താണ് പോലീസ് വന്നിരിക്കുന്നത്, ദൈവമേ പേടിയാവുന്നല്ലോ. അപ്പോൾ രവിയും പേടിച്ചു പോയി. എന്താ സാറിന് ഇങ്ങോട്ട് അതേ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചില്ലായിരുന്നോ, അതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി വന്നാണെന്നും പറയാണ്. ഇത് കേട്ടപ്പോഴാണ് ഇവർക്ക് സമാധാനമായത്. പക്ഷേ ശ്രുതിക്ക് അപ്പോഴും ടെൻഷൻ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. കാരണം ആ സമയത്തെങ്ങാനും ബീരാനിക്ക കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഈ പോലീസുകാരന് ബീരാനിക്കയെ പരിചയം ഉണ്ടെങ്കിലോ, അപ്പോൾ അവിടെ പണി പാളൂലേ. ആ ഒരു പേടിച്ച് വരച്ചാ ശ്രുതി നിൽക്കുന്നത്. അങ്ങനെ പോലീസുകാരവിടെ വന്ന് നിന്നിട്ട് വെരിഫിക്കേഷൻ്റെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര, രവി, രേവതി, സച്ചി ഇവരുടെ പാസ്പോർട്ടിന് വേണ്ടിയല്ലേ അപേക്ഷിച്ചത്? അതെ സാർ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പോകുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ഞങ്ങൾ മലേഷ്യയിലേക്ക് പോവുക. മലേഷ്യയിൽ ഞങ്ങളുടെ ഒരു ആൾക്കാരൊക്കെ ഉണ്ടേ, അപ്പോൾ ഞങ്ങളുടെ മരുമകളുടെ വീട് മലേഷ്യയിലാണ്, അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോവുകയാണെന്ന് പോലീസുകാരനോട് പറയുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ദൈവമേ ഇപ്പോൾ ബിരിയാണിക്ക് വരുമോ എന്ന് പേടിച്ച് നിൽക്കുക. പക്ഷേ ആ സമയം പോലീസുകാർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബീരാനിക്ക് അവിടെ വണ്ടിയായിട്ട് എത്തിക്കഴിഞ്ഞു. ഭയങ്കര സ്റ്റൈലായിട്ടാണ് വന്നിറങ്ങുന്നത്. അപ്പോൾ വണ്ടിക്കാരോട് പറയുകയാണ്, അതെ വണ്ടി തിരിച്ചിട്ട് ഒരു 10 മിനിറ്റുള്ളിൽ ഞാൻ ഇങ്ങോട്ട് വരാം, അതിനുശേഷം നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബീരാനിക്ക നേരെ അകത്തേക്ക് കയറിയതും പോലീസ് പുറത്തേക്ക് ഇറങ്ങുന്നതും ഒപ്പമായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കേണ്ട, ദൈവമേ പോലീസോ എന്ന് ബീരാനിക്ക മനസ്സ് ചിന്തിക്കുകയാണ്. അപ്പോൾ പോലീസുകാരനാണെങ്കിൽ ബീരാനിക്കയെ തന്നെ നോക്കുകയാണ്. നിങ്ങളെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ചന്ദ്രൻ രവിയൊക്കെ ആണെങ്കിൽ ഇത് ആരാ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും എന്നെ കാണാൻ ഒരു സാധ്യതയില്ല സാർ എന്ന് പറയുകയാണ്. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അല്ല ഇതാരാ നിങ്ങളുടെ? അപ്പോഴേക്ക് ചന്ദ്രൻ വന്നിട്ട്, അയ്യോ സാറിന് ഇദ്ദേഹത്തെ കാണാനായിട്ട് ഒരു വഴിയില്ല, എൻ്റെ മരുമോളുടെ ഇളയച്ചൻ എന്നിങ്ങനെ ചന്ദ്ര പറയാ. എന്നാലും ഇയാളെവിടെയോ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി വന്നിട്ട്, അതെ സാറേ ഒരാളെ പോലെ കുറേ പേരുണ്ടെന്നൊക്കെയല്ലേ പറയുന്നത്, അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും സാറ് കണ്ടിട്ടുണ്ടാവുക. ശരി ഞാനെന്നാ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പോലീസുകാരൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ബീരാനിക്കയാണെങ്കിൽ വാ ഇളയച്ചൻ വാ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഇളയച്ചനകത്തേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ ഇളയച്ചനാണെങ്കിൽ ഇങ്ങനെ മരം പോലെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്, അതെ ഞങ്ങൾ മലേഷ്യയിലേക്ക് വരാനിരിക്കുകയായിരുന്നു, ശ്രുതിയുടെ അച്ഛനെ ഒന്ന് കാണണം, പിന്നെ പരിസരങ്ങളൊക്കെ ഒന്നൊക്കെ അറിയണം, വീട്ടിലൊക്കെ കുറച്ച് ദിവസം താമസിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വന്നതാ. അപ്പോഴേക്കും രേവതി നമ്മുടെ സച്ചിയുടെ ചെവി പറയുന്നുണ്ട്, എന്തോ ഉഡായിപ്പായിട്ടാണെന്ന് തോന്നുന്നു അയാൾ വന്നിരിക്കുന്നത്, അയാൾ നിപ്പും ഭാവമൊക്കെ കണ്ടില്ലേ? അതെ രേവതി, എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതെ ഇല്ല.
അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ അയ്യോ ഇത് ഇളയച്ചനത് എന്ത് പറ്റി, അല്ല ഇവിടെ വരുമ്പോൾ നല്ല ഓളമായിട്ടാണോ വരുന്നത്, ഇവിടെ കിടന്ന് ഇളക്കി മറിക്കുമായിരുന്നല്ലോ, ഇപ്പം എന്താ ഇളയച്ചൻ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ സ്റ്റാച്ചുവിനെ പോലെ നിൽക്കുന്നത്, എന്താ ഇളയച്ച പറ്റിയത്? അപ്പോഴേക്കും ശ്രുതി ഇളയച്ചനോട് ഞാനേ നിങ്ങളൊക്കെ വരുന്ന കാര്യമൊക്കെ ഇളയച്ചനോട് ഞാൻ പറഞ്ഞായിരുന്നു. ഇളയച്ചനപ്പോൾ അവിടെ വേണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാന്നാ ഇളയച്ചൻ പറഞ്ഞത്. ഇത് കേട്ട് സച്ചിയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാന്നോ? അല്ല പൗഡർ എടുത്തി എന്നല്ലേ പറഞ്ഞത്, മലേഷ്യയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞത്. ഇപ്പം എന്താ പെട്ടെന്നൊരു മനമാറ്റം? അല്ല നിങ്ങൾ പോകുമെന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞല്ലോ, അപ്പം പിന്നെ എനിക്കതിലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇളയച്ചനോട് വരാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ, എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാം. അപ്പം രവിയാണെങ്കിൽ നേരെ ഇളയച്ചനടുത്തേക്ക് ചെന്നിട്ട് അല്ല എന്തു പറ്റി, ശ്രുതിയുടെ ഇളയച്ചൻ എന്താ സംഭവിച്ചത്, എന്തെങ്കിലും ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്? അപ്പോഴേക്കും ഇളയച്ചൻ ഇരുന്ന് കരയാണ്. എൻ്റെ രവിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരയാണ്. അയ്യോ എന്തു പറ്റി, എന്താ കരയുന്നത്, എന്താ സംഭവിച്ചത്? അങ്ങനെ ഇളയച്ചൻ പോയി ആ ഒരു ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുക എന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും പറയണം, അയ്യോ ഇളയച്ച എന്തു പറ്റി ഇളയച്ചന് ഇത്ര സങ്കടം, ഇളയച്ച എന്താ പറ്റിയത്? മോളെ ഞാനിത് എങ്ങനെ പറയും മോളെ, എന്താ ഇളയച്ച ഇവിടെ എനിക്കാകെ ടെൻഷൻ ആവുന്നേ, എന്താന്ന് വെച്ചാൽ പറ, ഇളയച്ചൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്, എന്താ പറയാൻ വേണ്ടിയാണ് നിങ്ങൾ ധൃതി പിടിച്ച് ഓടി വന്നെന്ന് എനിക്ക് മനസ്സിലായി, എന്താ ഇളയച്ച എന്താ പറ്റിയത്, എന്താന്ന് വെച്ചാൽ പറ ഇളയച്ച. അയ്യോ ഞാനതെങ്ങനെ പറയും മോളെ, മോളുടെ അച്ഛൻ പറ ഇളയച്ച, മോളുടെ അച്ഛനെ ആ ജയിലിൽ വെച്ച് തന്നെ എല്ലാവരും കൂടി കൊന്നു മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇളയച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇളയച്ചനെ പിടിച്ച് ഒറ്റത്തള്ള ഇളയച്ചൻ പോയി അവിടെ കിടന്ന് മറിഞ്ഞും കെട്ടി അങ്ങോട്ട് വീഴുക. അപ്പോൾ ശ്രുതിയുടെ ഭയങ്കര ഒടുക്കത്തെ അഭിനയം. അപ്പോൾ സച്ചിൻ്റെ രേവതിയാണെങ്കിൽ കണ്ണും തള്ളി നോക്കുന്നതൊക്കെ എന്താ ഈ സംഭവം, ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. സച്ചിയേട്ടത് എന്താ സച്ചിയേട്ടാ മരിച്ചെന്നോ, അച്ഛൻ മരിച്ചെന്നോ? അപ്പോൾ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാണ്. അയ്യോ എൻ്റെ ദൈവമേ ഇളയച്ച പറ, എന്തൊക്കെ അനാവശ്യം പറഞ്ഞത്, എൻ്റെ അച്ഛൻ മരിച്ചെന്നോ പറ ഇളയച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇളയച്ചൻ്റെ കോട്ടിന് കയറി കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇളക്കി സ്റ്റെയർ കേസിലൊക്കെ ഇട്ട് കുന്തി ഇടുകയാണ്. ഇളയച്ചൻ അവിടെ കിടന്ന് പത്തോം തല്ലി വീഴുകയും ചെയ്യണം. അപ്പോൾ ശ്രുതി പോയി പിടിക്കണം, ഇളയച്ചൻ എന്താ സംഭവിച്ചത്, എന്താ കാരണം, എങ്ങനെ മരിച്ചു, എന്തിനാ കൊന്നത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എൻ്റെ ദൈവമേ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്, എൻ്റെ ശ്രുതി മോളുടെ അച്ഛൻ മരിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഇളയച്ചനാണെങ്കിൽ കഥ പറയുകയാണ്. അതേ എൻ്റെ ചേട്ടൻ്റെ ശത്രുക്കളാ ചേട്ടനെ കൊന്നത്, ജയിലിൽ വെച്ച് തന്നെയാണ് പ്ലാൻ ചെയ്ത് കൊന്നത് എന്ന് പറയാം. ചേട്ടൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കൊരു പാരയാകുമെന്ന് ഇവർക്ക് തോന്നി, അതുകൊണ്ടാണ് ചേട്ടനെ കൊന്നത് എന്നൊക്കെ പറയണം. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കുമേ ഇത് ഈ ജയിലിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കോ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഇളയച്ചനാണെങ്കിൽ സംഭവിക്കും, കാരണം ജയിലിൽ വെച്ച് സംഭവിക്കും, കാരണം ദുഷ്ടന്മാരല്ലേ, എനിമിമാരല്ലേ കൊന്നിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. അല്ല എന്നിട്ട് ഇതെന്താണ് ഒന്നും അറിയിക്കാൻ, എന്നിട്ട് ഇളയച്ചൻ അവിടെയല്ലേ വേണ്ടത്, പിന്നെ എന്തിനാ ഇളയച്ചൻ ഇങ്ങോട്ട് വന്നത് എന്ന് രേവതി ചോദിക്കുകയാണ്. അത് പിന്നെ മരിച്ചിട്ട് ഒരാഴ്ചയായിരുന്നു, പക്ഷേ ഞങ്ങളോട് ഇവരാരും സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല, കാരണം ഈ ജയിലിൽ വെച്ച് തന്നെ മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് നാണക്കേടല്ലേ, അതുകൊണ്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഈ ദിവസമാണ് ഞാൻ സത്യങ്ങളെല്ലാം അറിയുന്നത്, അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെട്ട് ഇങ്ങനെ ഇളയച്ചൻ പറയുക. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, എൻ്റെ അച്ഛനെ ഓർത്തിട്ട് എനിക്ക് മനസ്സ് വേദനിക്കുന്നേ, എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് കരയാണ്. അപ്പോൾ കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി പറയണം, ശരി എങ്കിലൊരു കാര്യം ചെയ്, എടാ ശ്രുതി ഏതായാലും പൗഡർ എടുത്തിട്ട് അച്ഛൻ മരിച്ചു പോയില്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോകാൻ നോക്ക് എന്ന് പറയാണ്. ഇത് കേട്ട ശ്രുതി ആകെ പെട്ടുപോയൊരവസ്ഥ നിൽക്കുക. അപ്പോഴേക്കും ഇളയച്ചൻ പറയണം, അയ്യോ ശ്രുതി മോൾക്ക് കാണാനൊന്നും പറ്റില്ല, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവിടുത്തെ ശത്രുക്കൾ ശ്രുതിയെയും കൊന്നാലോ, അല്ലെങ്കിലും അച്ഛനെ കാണാൻ പറ്റില്ല, എൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ പിന്നെ കാണാൻ പറ്റില്ലല്ലോ, എനിക്ക് പോലും എൻ്റെ ഏട്ടനെ കാണാനായിട്ട് സാധിച്ചില്ല, എന്തൊരു അവസ്ഥയാണ്, എൻ്റെ ഏട്ടനെ എനിക്ക് ഇനി കാണാൻ പറ്റില്ലല്ലോ ശ്രുതിക്ക്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അച്ഛാ
അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കൊക്കെ ഭയങ്കര ഡൗട്ട് തോന്നുകയാണ്, ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുക, എനിക്ക് എൻ്റെ അച്ഛനെ ഇനി കാണാനായിട്ട് സാധിക്കില്ലല്ലോ, ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, എൻ്റെ ദൈവമേ, അപ്പോൾ ശ്രുതിക്ക് സ്വത്തുക്കളൊന്നും കിട്ടൂലേ, ശ്രുതിയുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടോ? അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഈ സമയത്തും തള്ളക്ക് സ്വത്ത് എന്നുള്ളൊരു ജ്വരം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഇളയച്ചനാണെങ്കിലേ ശ്രുതിയുടെ സ്വത്തുക്കളൊന്നും നഷ്ടപ്പെടൂല, ശ്രുതിയുടെ അമ്മായിയമ്മ അതിനെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട, ശ്രുതിയുടെ സ്വത്തുക്കളെല്ലാം ശ്രുതിയുടെ കയ്യിലേക്ക് തന്നെ കിട്ടും. അയ്യോ ഇയാളത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ശ്രുതിയും ആലോചിക്കുകയാണ്. എങ്കിൽ പിന്നെ ഞാനും ഇനി ഇവിടെ നിൽക്കുന്നില്ല, എനിക്കിനി അധികം നേരം ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. മോളെ ശ്രുതി മോളെ, ഇളയച്ച. ശ്രുതിയെ ഇങ്ങനെ കുറേ കെട്ടിപ്പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ശ്രുതിയാണെങ്കിൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞിങ്ങനെ മാറുകയാണ്. അപ്പോൾ എനിക്കിനി സ്വത്തുക്കളൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ, അയ്യോ മോളെ അങ്ങനെ പറയല്ലേ മോളെ, സ്വത്തുക്കളെല്ലാം മോൾക്ക് തന്നെ വേണം, മോൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും. അപ്പോൾ ശ്രുതി, അതെ അമ്മ പറയുന്ന തന്നെ സത്യം, ശ്രുതി നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടണം എന്നൊക്കെ ശ്രുതിയും പറയാണ്. അങ്ങനെ ഇളയച്ചൻ പോകാൻ പോകുന്ന ആ സമയത്ത് ഇളയച്ചൻ ശ്രുതിയെ കയറി കെട്ടിപ്പിടിക്കുക. അപ്പോൾ കെട്ടിപ്പിടിക്കുന്ന കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ കൈ കയറി നല്ലൊരു പിച്ചുകയാണ്. അപ്പോൾ അയ്യോ വേദന സഹിക്കാനായിട്ട് പറ്റുന്നില്ലേ എന്ന് പറയാം. അപ്പോൾ രവിയാണെങ്കിൽ, അയ്യോ പെട്ടെന്ന് പോവുകയാണോ, പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ അത് വിറ്റ് തീരൂല. വിറ്റ് തീരൂലെന്ന്? എന്ത് വിറ്റ്? അത് പിന്നെ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടല്ലേ, എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല, എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏതായാലും നന്നായിട്ട് അഭിനയിക്കാനായിട്ട് പഠിച്ചു, ഈ ശ്രുതിയോടൊപ്പം കൂടി ഞാനൊരു മികച്ച നടനായി തീർന്നിരിക്കുകയാണ്, ഇനി എനിക്ക് സിനിമയിലേക്ക് നിഷ്പ്രയാസം കയറാം എന്ന് ഇയാൾ ചിന്തിക്കാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ